ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 63. നമ്മളിന്ന് 12-ാമത്തെ അധ്യായമായിട്ട് അധ്യായത്തിലെ 51 മുതൽ 60 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അപ്പം നമ്മൾ അതിലെ ദേവത എന്ന് പറയുന്നത് പലതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം 51-ലെ കാര്യം നോക്കാം. ആചാര്യൻ്റെ വിവേകത്താൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ആചാര്യന്മാരുടെ, അതായത് ചിന്തകരായ, ഗുരുസ്ഥാനീയരായ, ജ്ഞാനം, ഗുരു എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ശാസ്ത്രത്തിൽ ജ്ഞാനമുള്ളവരുടെ സഹായത്താലാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്. ഇപ്പം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നെല്ലാം കണ്ടുപിടിക്കുന്ന ആരാണ്? ശാസ്ത്രജ്ഞന്മാരാണ്, ആചാര്യന്മാരാണ്. അങ്ങനെയുള്ളവരാണ് ആചാര്യർ എന്ന് പറയുന്നത്. അവരിലൂടെയാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നവർ. നമുക്ക് സൽസന്താനങ്ങൾ ജനിക്കട്ടെ. നമ്മൾ ജനിക്കുന്ന കുട്ടികളും സൽസന്താനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രത്തിന് ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്ന, സ്വാർത്ഥതയില്ലാത്ത കുട്ടികൾ, ബുദ്ധിയുള്ള കുട്ടികൾ, ആരോഗ്യപരമായ ശക്തിയുള്ള കുട്ടികൾ, അവരെല്ലാം ഉണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി നേടാൻ പറ്റുകയുള്ളൂ. ആചാര്യനിൽ നിന്ന് നമുക്ക് വിവേകം എത്തട്ടെ. നല്ല ഗുരുക്കന്മാർ നമുക്കുണ്ടാകണം. ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ഗുരുക്കന്മാരെ നമ്മളുണ്ടാക്കണം. അവർ ഈ കുട്ടികൾക്ക് അവരുടെ ജ്ഞാനം പകർന്നു കൊടുക്കണം. സയൻസ് തന്നെ, സയൻസും എല്ലാം, ഭാഷ പഠിപ്പിക്കണം, സയൻസ് വേണം. എല്ലാ വിഷയങ്ങളിലും പണ്ഡിതരായ ആചാര്യന്മാരുണ്ടാകണം. അവർ നമ്മളെ കുട്ടികളിലേക്ക് ജ്ഞാനം പകർന്നു കൊടുക്കണം. അതിലൂടെ സംരക്ഷണ വലയം തീരട്ടെ. ആ കുട്ടികൾക്ക് ഈ ജ്ഞാനം നേടുമ്പോഴാണ് അവരുടെ സംരക്ഷണ വലയം അവർക്ക് ചുറ്റുമുണ്ടാകുന്നത്. ജ്ഞാനത്തിൻ്റെ സംരക്ഷണ വലയം. നമ്മൾ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ജ്ഞാനമാണ് നമ്മളുടെ സംരക്ഷണ വലയം. വിദ്യ നേടുക, ജ്ഞാനം നേടുക, അതാണ് നമ്മളെ സംരക്ഷണ വലയമായിട്ട് തീരേണ്ടത്. ഞങ്ങളുടെ പുത്രന്മാരിലേക്ക് എന്തെല്ലാം എത്തണം? വിവേകവും ഋഗ്വാദികളും, ഋഗ്വേദം മുതലുള്ള വേദങ്ങൾ. വേദങ്ങളിൽ എന്താണുള്ളത്? പ്രപഞ്ച രഹസ്യം മുഴുവനാണുള്ളത്. ആധുനിക സയൻസ് മുഴുവൻ വേദത്തിലുണ്ട്. അപ്പം നമ്മളെ കുട്ടികളിലെ ഋഗ്വേദാദികൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇതെല്ലാം എത്തട്ടെ. പിന്നെയോ, അതിനായ ആചാര്യ ഞങ്ങളുടെ കുട്ടികളെ അഭ്യസിപ്പിച്ചാൽ, അതിനു വേണ്ടിയിട്ട് അങ്ങ് നമ്മളെ കുട്ടികളെ അഭ്യസിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. ഇവിടെ വിദ്യയുടെ മാഹാത്മ്യത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 52-ല് അഗ്നിശുദ്ധനാണ്. ഇവിടെ ശുദ്ധിയായിട്ടുള്ളതൊന്നു മാത്രമേ ഉള്ളൂ, അത് അശുദ്ധി ഒരുക്കിയാകില്ല. ഇപ്പം വെള്ളം പോലും കഴുകിക്കഴിഞ്ഞാൽ മോശമാകും. പക്ഷെ അഗ്നി ഒരുക്കി എപ്പോഴും ശുദ്ധനാണ്. അങ്ങനെയുള്ള അഗ്നിയുടെ ജന്മം അഗ്നി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമാണ്. ഊർജത്തിൽ നിന്നാണ് അഗ്നിയും പ്രകാശവും എല്ലാം വരുന്നത്. അപ്പോൾ ഊർജമാണ് അഗ്നിയെ ക്രമീകരിച്ചത്. അഗ്നി എന്ന വാക്കിന് വേദങ്ങളിലെ ഊർജം എന്നാണ് അർത്ഥത്തിലെടുക്കേണ്ടത്. അപ്പോൾ ആ ഊർജത്തിൽ നിന്നാണ് അഗ്നി ഉത്ഭവിക്കുന്നത്. അതതിൻ്റെ വേറൊരു രൂപമാണ്. വൈഷമ്യങ്ങളെ ദൂരീകരിക്കാൻ അഗ്നിയെ ആശ്രയിക്കണം. നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ അഗ്നിയെയാണ് ആശ്രയിക്കേണ്ടത്. ഊർജമുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒരു കൊതുകിനെ കൊല്ലണ്ടെങ്കിൽ നമ്മളെ ശക്തി വേണം, കൈ ചലിപ്പിക്കാനുള്ള ഊർജം വേണം. നമ്മളെ ഭക്ഷണത്തിൽ നിന്നാണ് കൈക്കാ ഊർജം അല്ലെ അഗ്നി ലഭിക്കുന്നത്. ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊതുകിനെ അടിക്കുന്നത് പോലും. ആനന്ദം നൽകുന്നതും അഗ്നി തന്നെയാണ്. അഗ്നിയുടെ വേറൊരു രൂപമാണ്
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല. അതിലൂടെയാണ് നമ്മൾ ടി വി കാണുന്നത്, സന്തോഷിക്കുന്നത് എല്ലാം. നമ്മളെ കാര്യങ്ങൾ സാധിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. ടി വി കാണുക മാത്രമല്ല, പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ടി വി ഇതെല്ലാം കാണുമ്പോൾ സന്തോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള എന്താണ്? ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഊർജ്ജമാണ്, കമ്മ്യൂണിക്കേഷൻ്റെ പിന്നിലുള്ള ഊർജ്ജമാണ്. അങ്ങനെയുള്ള അഗ്നിയുടെ സഹായത്താൽ ഞങ്ങൾ സത്യം കണ്ടെത്തട്ടെ. ഊർജ്ജം ഉപയോഗിച്ച് തന്നെയാണ് പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുന്നത്. ഉദാഹരണമായിട്ട് ചന്ദ്രനിൽ എന്തുണ്ട് എന്ന് നോക്കാൻ നമ്മളിടുന്ന അഗ്നിയുടെ സഹായത്താൽ റോക്കറ്റ് അവിടെ പോയിട്ട് നോക്കും ചന്ദ്രനിൽ എന്തെല്ലാമാണുള്ളത്. ഇനി ചൊവ്വയിൽ വല്ല സ്വർണ്ണമെങ്കിലും ഇങ്ങനെ ചൊവ്വ തന്നെ സ്വർണത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ മുഴുവൻ സ്വർണ്ണമാണോ എന്നെല്ലാം അറിയണമെങ്കിൽ റോക്കറ്റ് അഗ്നി വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കാര്യം സാധിപ്പിക്കേണ്ടത്. ഇനി 53 കന്യക ജ്ഞാനം സ്വീകരിച്ചവളാണ്. പെൺകുട്ടികൾ ജ്ഞാനം നേടണം. ആര് പറയുന്നു? യജുർവേദം പറയും. അപ്പം പറയാം അത് മറ്റേ ജ്ഞാനം നേടുന്നതാണ്, വേദമൊന്നുമല്ല. വേദം സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല. ആ ജ്ഞാനം എന്ന് പറയുന്നത് മോഡേൺ സയൻസാണ്, കോളേജിൽ പോയി പഠിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ, പ്രാണങ്ങളെപ്പോലെ വേദ കീർത്തനങ്ങൾ അറിഞ്ഞവളാണ്. തൻ്റെ പ്രാണനെപ്പോലെ അവൾ വേദ കീർത്തനങ്ങൾ അറിഞ്ഞവരാണ്. വേദം അറിഞ്ഞവളാണ് അവൾ. പ്രാണനെപ്പോലെ ജ്ഞാനം നേടണം, വേദജ്ഞാനം നേടണം. പ്രാണനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ വേദകീർത്തനങ്ങൾ പഠിക്കാതെ, വേദ സയൻസ് പഠിക്കാതെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിൽ അവരെത്തിച്ചേരണം. ഇതാണ് നമ്മൾ ഈ ഭേദവും വെച്ചിട്ടാണ് സ്ത്രീകൾക്ക് വിദ്യാഭേദം തൊട്ടുകൂടാന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് വേദത്തിലുള്ളത്? ഇതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? വെറും ശുദ്ധ അസംബന്ധങ്ങൾ. മാത്രമല്ല വിവിധ ശാസ്ത്രശാഖകളിൽ നൈപുണ്യം നേടിയിട്ടുണ്ട് സ്ത്രീകൾ പണ്ടും. കാരണം വേദങ്ങൾ എഴുതിയത് സ്ത്രീകളുമുണ്ട്. അപ്പം വിവിധ ശാസ്ത്രശാഖകളിൽ അവർ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ആര്? കന്യകകൾ. ഇത്രയും പറഞ്ഞ വേദത്തെ അവർ എങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചു എന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം എപ്പോഴാണ്? പഠിക്കുന്ന കാലത്ത്. ബ്രഹ്മചര്യത്തിലേക്ക് നിൽക്കുമ്പോൾ പൂണൂല് വിട്ടിട്ടാണ് പഠിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പൊ കന്യക ബ്രഹ്മചാരിണി ആണ്ടിക്കൽ ചെറുതിലെ പൂണൂലെല്ലാം ധരിച്ച് ആണുങ്ങളെപ്പോലെ, ഇപ്പോൾ പയ്യന്മാരെ പോലെ വേദം പഠിക്കാൻ പോകണം, ശാസ്ത്രം പഠിക്കാൻ പോകണം, വിവിധ ശാഖകളിൽ പഠിക്കാൻ പോകണം, ശാസ്ത്രശാഖകളിൽ. അങ്ങനെ നീ പഠിച്ചു വരുമ്പോൾ അപ്പോൾ വേദം ആരല്ലാണ് പഠിക്കേണ്ടത്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരെല്ലാം വേദം പഠിക്കണം. ഊണൂൽ ധരിച്ചിട്ട് തന്നെ വേദം പഠിക്കണം. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല, പഠിക്കുന്നവരാണ്. ശൂദ്രനും പഠിക്കട്ടെ എന്ന് വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്. അതിലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. അങ്ങനെ നീ പെൺകുട്ടിയോട് പറയുകയാണ്, ജഗദീശ്വരനെ പോലെ ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് വേദം പഠിച്ചിട്ട് ധർമ്മത്തിൻ്റെ വഴിയിൽ നീ ഉറച്ചു നിൽക്കണം. ഇതെല്ലാം നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ കുറേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ആൾക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏതെല്ലോ കാലത്ത് എന്തെല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൊണ്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. ഇനി 54 കന്യകയായ നിനക്ക് വേദം പഠിപ്പിക്കുന്ന ആചാര്യൻ നിന്നെ നിന്റെ ജീവനെ മോക്ഷവിദ്യ കടക്കുവാൻ ഉപദേശിക്കുകയാണ്. ആ ആചാര്യൻ നിന്നെ മോക്ഷവിദ്യ പോലും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മോക്ഷം നേടേണ്ടത്? 2 വഴിയിലൂടെയാണ്. ഒന്നിൽ കൂടുതൽ തുണിയടക്കം ഉപേക്ഷിച്ചിട്ട്
ബ്രഹ്മചര്യം എന്ന നിലയിൽ പോയിക്കൊള്ളുക സന്യാസിയായിട്ട്. ആ വിദ്യയെ ആചാര്യം പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് എല്ലാം ആ ഈശ്വരനായിട്ട് കർമ്മം ചെയ്യുക, അങ്ങനെ മോക്ഷം പ്രാപിക്കുക. നമുക്കൊന്നും സന്യാസത്തിന് പോകുന്നവർക്ക് മാത്രമാണ്, ഈ ലോകത്തോട് മടുത്തവർക്കാണ് ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അല്ലാതെ നമ്മളുടെ പോലെയുള്ള ഭൗതികവാദികൾ എല്ലാ കർമ്മവും ലോക നന്മക്കായി ആ ശക്തിക്കായിട്ട് ചെയ്യുക, അങ്ങനെ മോക്ഷം പ്രാപിക്കുക. അർജുനന് ഉപദേശിച്ച മാർഗം. അർജുനൻ പറഞ്ഞു, ഞാൻ സന്യാസം, എനിക്ക് ഇവരെ കൊല്ലാനൊന്നും പറ്റില്ല, ഞാൻ സന്യാസത്തിലേക്ക് പോയിക്കൊള്ളാം. അപ്പം കൃഷ്ണൻ പറഞ്ഞ എന്താണ്, നീ അതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, നീ വിദ്യ നീ അധർമ്മത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതായത് നിന്റെ ജോലി സന്യാസിക്കാൻ പോകലല്ല, അധർമ്മികളെ കൊല്ലാതാണ്. അതിലൂടെ നീ നിന്റെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്റെ കർമ്മം ചെയ്യാൻ, അത് നീ ചെയ്തു തീർത്താൽ എനിക്ക് മോക്ഷം കിട്ടും. അപ്പം നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുക ഒരു കർമ്മം ചെയ്യാനാണ്, അതിന് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. അതാണ് മോക്ഷം ലഭിക്കാൻ നമുക്ക് പറഞ്ഞ വഴി. അപ്പോൾ അവളെ ഈ പെൺകുട്ടിയോട് പറയാണ്, ആ തരത്തിൽ നീയും മോക്ഷമാർഗം നേടാൻ നിന്റെ ഗുരു സഹായിക്കട്ടെ. ഉറച്ച മനസ്സോടെ നീ അറിവിനെ കേന്ദ്രീകരിക്കുക. ഉറച്ച മനസ്സോട് കന്യകയോട് പറയുകയാണ്, നീ വിദ്യ നേടുക. ഇങ്ങനെ പുരുഷന്മാരോട് പയ്യന്മാരോട് പറഞ്ഞിട്ടില്ല, സ്ത്രീകളോടാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഉറച്ച മനസ്സോടെ അറിവ് നേടുക. കാരണം അവള് വിദ്യയുള്ളവരാണെങ്കിലേ മക്കളും വിദ്യയുള്ളവരായിട്ട് മാറുകയുള്ളൂ. പുരുഷന്മാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് കാര്യമില്ല. അമ്മയാണ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഉറച്ച മനസ്സോടെ നീ അറിവ് കേന്ദ്രീകരിക്കുക. ജ്ഞാനവിവേകത്തോടെ നീങ്ങുന്ന നിന്നെ, അങ്ങനെ ജ്ഞാനം നേടിയ സമൂഹത്തിൽ നീ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കട്ടെ. ആര്? ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നിന്നെ ബഹുമാനിക്കട്ടെ. പഠിപ്പിത്രയില്ലാത്തവൾ പെൺകുട്ടികളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ പഠിച്ചിട്ട് സമൂഹത്തിൽ ഉന്നത നിലയിലെത്തുമ്പോൾ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കട്ടെ. ഇതെല്ലാം നമ്മളെ ചിന്തകളെ തന്നെ, അതാണ് അജ്ഞാനികളാണ് നമ്മളിന്ന്. നമ്മൾ ഈ വിശ്വാസി എന്ന് പറയുന്നവരെ ഭൂരിപക്ഷവും അജ്ഞാനികളാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ മനസ്സിനെ ദുഷിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വേദം പഠിക്കാതെ എന്തെല്ലോ ആണെന്ന് ധരിച്ചുകൊണ്ട് വായിക്കുന്നതൊന്ന് അടിച്ചു വിട്ടിരിക്കുകയാണ്. ഇനി 55. ഈ കാണുന്ന സോമം സമ്പൂർണമാണ്. സോമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സോമമാണ്. അതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ഇത് പിറന്നത് ദേവസവിധത്തിലാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അടിസ്ഥാന വസ്തുക്കളും, കല്ല്, മണ്ണ് മുതലായ എല്ലാം ദേവസദനത്തിലാണ് പിറന്നത്. പരസ്പരം ആകർഷിക്കുന്ന ഈ വസ്തുക്കളിൽ ചൈതന്യമുണ്ട്. ഈ വസ്തുക്കളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ ചൈതന്യമുണ്ട്. ആ വസ്തുക്കളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കാം. വിശ്വത്തിൻ്റെ 3 ഭാഗങ്ങളിലും, ഈ വിശ്വത്തിൻ്റെ 3 ലോകങ്ങളിലും സോമമുണ്ട്. അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ എവിടെയുണ്ട്? വിശ്വത്തിൻ്റെ 3 ലോകങ്ങളുണ്ട്. ഭൂമിക്കടിയിലുണ്ട്, അതാണ് സ്വർണം, വെള്ളി, ചെമ്പ്, പെട്രോളിയം. ഇതല്ല, ഭൂമിക്ക് മുകളിലുണ്ട് പല വസ്തുക്കളും. സ്വർഗത്തിലുണ്ട്. ചിലപ്പോൾ ചന്ദ്രത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ സ്വർണ്ണമെല്ലാം പോയിട്ട് എടുത്തുകൊണ്ട് വരാം. അവിടെ പ്രകാശത്തോടുകൂടി ഉയർന്നു നിൽക്കുന്നു. അതായത് അതെല്ലാം പ്രകാശത്തോടെ എന്ന് പറഞ്ഞാൽ അത്രയും ദിവ്യമായിട്ട് പലതരം വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അതിനെ വേറൊന്നാക്കി മാറ്റാൻ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ സോമം എന്ന് പറയുന്നത്. 56. ഈ കാണപ്പെടുന്ന വിശ്വം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ദ്രനാണ്. ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ.
എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കണം. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കണ്ടിക്ക് വെണ്ടയ്ക്കൽ ഇങ്ങനെ ഇട വെച്ചിട്ട് അടുത്ത തീപ്പെട്ടിയെല്ലാം വെച്ചാൽ അത് സാമ്പാറാവില്ല. നമ്മളെടുത്തിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അകത്തിടണം. അതുപോലെ അതിൻ്റെ അകത്ത് സാമ്പാറാക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ നിന്നും ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്. ആ ശക്തിയാണ് അതിൻ്റെ അകത്തെ രാസമാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് അതിനൊരു പുതിയ വസ്തുവാക്കുന്നത്. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ പുതിയ വസ്തുവാക്കി മാറ്റുന്നത് ഇന്ദ്രനാണ്. അപ്പം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴൂടെ എല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിനെ ഏകോപിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. അവിടെ വാക്ക് മഹിമയുള്ളതാണ്, സാഗരം പോലെ മഹിമയുള്ളതാണെന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. ആ സയൻസ് തത്വം, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ശാസ്ത്ര തത്വങ്ങൾ, അത് മഹത്വകരമാണ്. ആ സയൻസിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി വന്നിട്ട് ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൻ്റെ ഒരു അംശത്തെ പ്രപഞ്ചമായി മാറ്റിയത്. ഇവിടെ ബലശാലികളായ കുതിരകളുടെ മഹത്വം എടുത്തു പറയേണ്ടതാണ്. കുതിര എന്ന് പറയുന്നത് കുതിരശക്തിയാണ്, ഹോഴ്സ് പവർ. അവിടെ ഒരു ശക്തി ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഫിസിക്സ്. ഫിസിക്സ് ബലങ്ങളെപ്പറ്റി പഠിക്കുന്ന സയൻസാണ് ഫിസിക്സ്. ഒരു ഇരുമ്പിനെ പരത്തിയെടുക്കണ്ടെങ്കിൽ ശക്തിയിൽ ബലം പ്രയോഗിക്കണം. അങ്ങനെയാണ് അടിച്ച് പരത്തിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഊർജവും വേണം. സാമ്പാറിൻ്റെ അകത്ത് വെണ്ടക്ക മുറിക്കാൻ ഊർജം വേണം, ഫോഴ്സ് വേണം. വെണ്ടക്ക മുറിക്കാൻ അത് ഫിസിക്സ്. മുറിച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിനെ സാമ്പാറാക്കി മാറ്റുന്നത് രസതന്ത്രം, അത് ഇന്ദ്രൻ. എല്ലാം മുറിക്കുന്നത്. ഇപ്പം കത്തി കൊണ്ട് മുറിക്കുമ്പോഴും വെണ്ടക്ക മുറിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ആറ്റങ്ങൾ വേർപ്പെടുന്നുണ്ട്, അത് കെമിസ്ട്രിയാണ്. അവിടെ ഇന്ദ്രനുണ്ട്. അപ്പോൾ ഇന്ദ്രൻ എല്ലായിടത്തും ഉണ്ട്. ചിലപ്പോൾ ഇന്ദ്രന് ബലവും പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ കുതിരശക്തിയുടെ മഹത്വം എടുത്തു പറയണം. അതിനെ ബഹുമാനിക്കണം. ഫോഴ്സിനെ, ബലങ്ങളെ ബഹുമാനിക്കണം. അതായത് ഫിസിക്സിനെ ബഹുമാനിക്കണം. ഇനി 57 ദമ്പതികൾ പരസ്പരം സന്തോഷിക്കട്ടെ. ദാമ്പത്യ ജീവിതം വളരെ നല്ലതായിരിക്കണം. കാരണം മനുഷ്യനെ ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും എപ്പോഴേ അത് പൂർണ്ണമാകുകയുള്ളൂ. അവരെന്ത് വേണം? സന്തോഷത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നാടും കുടുംബവും നന്നാവും, നാടും നന്നാവും. കുറേ കുടുംബങ്ങൾ കൂടിയിട്ടല്ല നാട്. അവരെ നല്ല മനസ്സുണ്ടാകട്ടെ. ഭാര്യയിലും ഭർത്താവിലും നല്ല മനസ്സുണ്ടാകട്ടെ. അങ്ങനെയുള്ള ദമ്പതിമാർ ജീവിത വിജയത്തിന് വേണ്ട അന്നവും ഊർജവും സമാഹരിക്കട്ടെ. നമുക്ക് അന്നം വേണം. അന്നം എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഉൽപ്പന്നങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ്. ദമ്പതികൾ ഒത്തുചേർന്നുകൊണ്ട് യജ്ഞം ചെയ്തിട്ട് വീട്ടിനാവശ്യമുള്ള എല്ലാ വസ്തുക്കളും, അതോടൊപ്പം തന്നെ ഊർജമാണല്ലോ ഏറ്റവും അത്യാവശ്യം. ഇലക്ട്രിസിറ്റി ആയാലും ഗ്യാസ് ആയാലും എല്ലാം വേണം. അഗ്നി പറയുകയാണ്, ഞാൻ ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ ചിന്തകളെയും വ്രതങ്ങളെയും മനസ്സുകളെയുമാണ്. അഗ്നി ഊർജമാണ്, നമ്മിലുള്ള അഗ്നി. ആ പ്രസരിപ്പാണ് ദമ്പതികളെ ചേർത്ത് വെക്കുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ, അതെല്ലാം അഗ്നിയുടെ സംഭാവനയാണ്, ഊർജമാണ്. ആ ഊർജമാണ് ദമ്പതികളെ ചേർത്ത് വെക്കുന്നതും വ്രതങ്ങൾ അവരുടെ ഒരേ മനസ്സോടുകൂടിയുള്ള മുന്നോട്ടേക്കുള്ള പ്രയാണത്തിനും അവരുടെ മനസ്സുകളെ യോജിപ്പിച്ചിട്ട് ഒരേ ലക്ഷ്യത്തിന് മുന്നോട്ടേക്ക് പോകുക. അതാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ചെയ്യിക്കുന്നത് നമ്മിലുള്ള ആ ശക്തിവിശേഷം ഊർജമാണ്. അതുകൊണ്ട് അഗ്നി നമ്മുടെ സംരക്ഷകൻ മാത്രമല്ല, ഗുരുവുമാണ്. നമ്മിലുള്ള ഊർജം, ശക്തിയാണ് ദമ്പതികളെ ചേർത്ത് വെക്കുന്നു, അവരുടെ മനസ്സുകളെ ഏകോപിപ്പിക്കുന്നു,
എന്നിട്ട് ഒറ്റ മനസ്സോടുകൂടി അവർ യജ്ഞത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ആ അഗ്നി അതുകൊണ്ട് തന്നെ സംരക്ഷകൻ മാത്രമല്ല, ഗുരുവുമാണ്. ഈ യജമാനന് ഭൗതികവും ആത്മീയവുമായ ശക്തി നൽകട്ടെ. എല്ലാ ഫീൽഡിലുള്ള ഭൗതിക ആത്മീയാണ് എല്ലാം, രണ്ട് ലോകം രണ്ടായിട്ടെടുക്കുക, ഭൗതിക ആത്മീയം, എല്ലാ ഫീൽഡിലും അവന് ശക്തി ലഭിക്കട്ടെ. ഇനി 59. ഈ ലോകത്തിൽ ഋജുവായി സഞ്ചരിക്കുന്നത് അഗ്നി മാത്രമാണ്. അഗ്നിയാണ് നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. ഏതാണത്? പ്രകാശോർജം, പിന്നെയോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം നേർരേഖയിൽ എത്ര ദൂരം സഞ്ചരിക്കും. അങ്ങനെയുള്ള ഐശ്വര്യം തികഞ്ഞതും ഭൗതികധനത്തിൻ്റെ നാഥനും ആത്മസത്യയുടെ ശക്തിയുമാണ് അഗ്നി. ഭൗതിക സമ്പത്തിൻ്റെ ധനത്തിൻ്റെ അധിപനാണെന്ന് പറയുകയാണ്. അതായത് ഭൗതിക ലോകത്തിൽ ഏറ്റവും അധികം ധനം നിന്ന് സമ്പാദിക്കുന്ന ഏതിലൂടെയാണ്? നേർരേഖയിൽ സഞ്ചരിക്കുന്ന അഗ്നി ഉപയോഗിച്ചാണ്. അതെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, കമ്മ്യൂണിക്കേറ്റർ സിസ്റ്റം എല്ലാം, ഇന്നത്തെ നെറ്റ്വർക്ക് എല്ലാം തന്നെയാണ്. ഗൂഗിള് എന്നെല്ലാം പറയുന്നത് ഉണ്ടാക്കുന്ന ധനത്തിനൊന്നും ഇന്ന് കണക്കില്ല. ഏറ്റവും അധികം ധനം ഉണ്ടാക്കാൻ പറ്റിയ ചുളുവിൽ മൊബൈലും നെറ്റ്വർക്ക് സിസ്റ്റവും എല്ലാമാണ്. ഗൂഗിള്, ഇൻ്റർനെറ്റ്, ഇതെല്ലാം അവരുണ്ടാക്കുന്ന പണത്തിന് കണക്കില്ല. അപ്പം ഭൗതിക ലോകത്തിൽ ധനത്തിൻ്റെ ശക്തിയാണ്. ഭൗതിക ലോകത്തിൽ ധനത്തിൻ്റെ ശക്തി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് നേർരേഖയിൽ സഞ്ചരിക്കുന്ന അഗ്നിയാണ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. പിന്നെയോ മുഴുവൻ പ്രജകളെയും അത് അനുഗ്രഹിക്കും. ഇന്ന് മൊബൈലില്ലാത്ത ആൾക്കാരില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കാത്ത ആൾക്കാരില്ല. മുഴുവൻ പ്രജകളെയും അനുഗ്രഹിച്ച് അവർ കർത്തവ്യത്തിൽ വ്യാപൃതരാക്കും. കർത്തവ്യത്തിൽ വ്യാപൃതരാക്കുന്ന പറഞ്ഞാൽ എല്ലാവരും ഇപ്പം IT ഫീൽഡിലാണ്. ഈ ഭൗതിക ലോകത്തിൽ അവസാനം IT ഫീൽഡല്ല എല്ലാവരും ഇന്ന് IT-യുടെ ഓരോ തരത്തിലല്ലെങ്കിൽ IT ഇല്ലാതെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാതെ ഒന്നും ഇല്ല. ഈ റിമോട്ടിലും എല്ലാം വെച്ചിട്ടുള്ള പരിപാടികളല്ലേ ഇന്ന്. ജോലി ചെയ്യുന്നതന്നെ വീട്ടിലിരുന്നു കൊണ്ടാണ്. ഇതെല്ലാം എങ്ങനെയാണ് സാധിച്ച? സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന അഗ്നി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ട്. ഇനി എല്ലാത്തിലും കർത്തവ്യത്തിൽ വ്യാപൃതരാക്കുകയാണ് എന്ന് പറയുകയാണ്. എല്ലാവരെയും ആക്റ്റീവാക്കുകയാണ്. ഒരു ജോലിയും ഇല്ലാത്തവനും ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് അതിലൂടെ അങ്ങനെ അടിച്ചു പിടിക്കുകയാണ്. എല്ലാം കർത്തവ്യത്താണ്. ഇപ്പോൾ ആർക്കും ഒരു സമയവും ഇല്ല. ഈ മൊബൈൽ മാറ്റുന്ന സമയം, മുഖത്തുനിന്ന് എൻ്റെ മുമ്പെന്ന് ചെവിൻ്റെ അടുത്തുനിന്ന് മൊബൈൽ മാറ്റുന്ന സമയം വളരെ കുറച്ചാണ്. എല്ലാവരെയും ആക്റ്റീവാക്കിയിരിക്കുകയാണ്. ഏത്? നേരെ പോകുന്ന അഗ്നി എന്ന ഊർജം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി 60. ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകി ഞങ്ങളിൽ നിന്നും തെറ്റുകളെയെല്ലാം ദൂരത്തേക്ക് മാറ്റുക. അതേസമയം നമ്മൾ നല്ല മനസ്സ് നൽകണം. യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ ഏറ്റവും അധികം പറ്റിക്കുന്നതും ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ, നെറ്റ്വർക്കിലൂടെയാണ്. ആളുകളെ വഴിവിളക്കുന്നതും പലവരും പല കുടുക്കിലും വന്ന് ചാടുന്നതും ഈ നെറ്റ്വർക്കിലൂടെയാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുകയാണ്, ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകി തങ്ങളെ തെറ്റുകളിൽ നിന്നും ദൂരേക്ക് വായിക്കുക. അപ്പം അവർക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇത്രയും ഡെവലപ്പ് ആകുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നതും ധാരാളമായിരിക്കും. നിങ്ങൾ ഒരിക്കലും ധർമ്മ വഴിയിൽ നിന്നും മാറരുത്. അപ്പോൾ ഇത്രയും വലിയ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ധർമ്മ വഴിയിൽ നിന്നും മാറരുത്. ഉപദേശമാണ്. ധർമ്മം ഉൾക്കൊണ്ട് അതിനെ ജാതവേസദസായ ഈ അഗ്നിയെ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കരുത്. ഈ നെറ്റ്വർക്ക് സിസ്റ്റം ഇതെല്ലാം മനുഷ്യൻ്റെ ഉപയോഗത്തിനുള്ളത് തന്നെയാണ്. നെറ്റ്വർക്ക് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ഊർജം, ജാതവേദസായ ഈ അഗ്നി, അതിനെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതേസമയം തന്നെ അതിനെ ധർമ്മത്തിൻ്റെ പാതയിൽ നിങ്ങൾ ഉപയോഗിക്കുകയും
വേണം. ആ നെറ്റ്വർക്ക് കൊണ്ട് തന്നെയാണ് ചില സ്ഥലങ്ങളിലെല്ലാം വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല രാഷ്ട്രങ്ങളിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനെല്ലാം വേണ്ടാത്ത സന്ദേശങ്ങൾ അയച്ച് ജനങ്ങളെ ഇളക്കിവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴവിടെ നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അതിനെ നിരോധിക്കരുത്, അതേസമയം മിസ്യൂസും ചെയ്യരുത്. ജ്ഞാനം തികഞ്ഞ വിവേകികളായ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മംഗളം ലഭിക്കട്ടെ. അപ്പം നിങ്ങൾ ജ്ഞാനം നേടി, ഇവിടെ IT ഫീൽഡിൽ തന്നെ നല്ല ജ്ഞാനം നേടിയിട്ട് വിവേകികളായ നിങ്ങൾ ഞങ്ങൾക്ക് മംഗളം തരണം. അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള വഴികളും നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരവും നിങ്ങൾ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ജ്ഞാനം നേടുക, ഈ അഗ്നി ഉപയോഗിച്ചുകൊണ്ട്, നേർരേഖയിൽ സഞ്ചരിക്കുന്നത് അഗ്നി മാത്രമാണ്, അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ധനം സമ്പാദിക്കുക എന്നാണ്. നെറ്റ്വർക്ക് ശൃംഖല തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇൻ്റർനെറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് മിസ്യൂസും ചെയ്യുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾ കണ്ടെത്തിയിട്ട് ഞങ്ങൾക്ക് മംഗളം നൽകണം. ഇതൊന്നും നമ്മുടെ നാശത്തിനാകരുത്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആകണം.